ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളൊക്കെ കുറേ കരിമ്പൂതങ്ങളെ അല്ലേ കാണണേ. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫോൾ കളറിൻ്റെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോവുക. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഫോട്ടോ എടുക്കുക, വേറെ ആരും എടുത്തു വരുമല്ല. അപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ പോലെ എടുക്കാമെന്ന് ഓർത്തു. അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ എവിടെയാണ് പോണേ, എന്താ ചെയ്യണേന്നുള്ളതൊക്കെ ഓൺ ദ വേ ഞാൻ പറയണമായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നേരെ വിടാം, എങ്ങോട്ടാണെന്ന് പറയാം. ഓക്കെ, ബാ വിടാം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഹാഫ് വേ എത്തി. ഇതാ ചേട്ടൻ ഡ്രൈവ് ചെയ്യണു, ബാക്കിൽ ഇതാ അമ്മയും ഈപ്പച്ചനും ഉണ്ട്. മാത്തച്ഛൻ ആസ് ഓൾവേസ് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എന്തൊക്കെയൊക്കെ കുറേയൊക്കെ സംസാരിക്കണ്ടായിരുന്നു, പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ പോണത് പോക്കണോസിലാണ്. ഇവിടെ പെൻസിൽവേനിയയിൽ ഉള്ളതിൽ ഫോളിയേജ് കളർ കാണാൻ പറ്റിയ സ്ഥലം പോക്കണോസാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഫോൾ കളേഴ്സൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം നോർത്തിലാണ് ശരിക്കും കളേഴ്സ്. ഞങ്ങൾ കുറച്ച് സദേൺ മോസ്റ്റ് ടിപ്പിലേക്കാണ് പോണത്. അവിടെ എന്തോരം കളേഴ്സ് ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. എന്തായാലും ഫോട്ടോസിനെ പറ്റിയ രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം, എങ്ങനെയാവുമെന്ന് അറിയില്ല. ഏതായാലും ചെറിയൊരു കൊച്ചിനെയും കൊണ്ടാണ് പോണത്. അത് കാരണം നമുക്ക് കുറേ പരിമിതികളുണ്ട്. അപ്പോൾ ഉള്ള ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് പോയി നല്ല കുറേ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ആദ്യം നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു വന്നേരത്തെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേർണി. അങ്ങനെ ഞങ്ങൾ പോക്കണോസിൽ എത്തിയിട്ടുണ്ട്. ഇതാ അവിടുത്തെ സീനിക് ബ്യൂട്ടി നോക്കിക്കേ. ഞാൻ തിരിച്ച് കാണിക്കാം. വന്ന സ്ഥലത്തായിരുന്നു, അത് നമ്മൾ വന്നത് മിസ് ചെയ്തു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് എപ്പോഴും ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പം അത് കാരണം വലിയ ആക്ഷനും ലിപ് മൂവ്മെൻ്റൊക്കെ ഉള്ളതല്ലാണ്ട് സൗണ്ടൊന്നുമില്ല. മൈക്ക് ചതിച്ചു. അത് കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് ഓർത്തു. ഇതാ അങ്ങ് ദൂരെ പല നിറങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ കാണാൻ അമ്മയും ഈപ്പച്ചെന്താ നീങ്ങി. യെസ്, ഞാനും മാത്തച്ഛനും ഇവിടെ പെട്ടു. കാരണം സ്ട്രോളർ ഉള്ളത് കാരണം സ്ട്രോളർ താഴത്തേക്ക് എടുക്കാൻ പറ്റില്ല. മാത്തച്ഛൻ ഫുൾ എക്സൈറ്റഡാണ്. അവൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് പോക്കണോസിലേക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇവൻ്റെ ഇത്രയും ലോങ് ട്രിപ്പ് ആയത് കാരണം എങ്ങനെയാവും എന്നുള്ളെങ്കിൽ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അവൻ നന്നായിട്ട് എടുത്തു. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണു. ഈ കളേഴ്സും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലിറ്ററലി അവന് പറ്റിയ ഫുൾ കളർഫുൾ ആയിട്ടൊരു വേൾഡ്. ഇത്രയും കളർഫുൾ വേൾഡ് ആയിരുന്നെങ്കിൽ നേരത്തെ വന്ന് ജനിക്കായിരുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പുള്ളി ഹാപ്പിയാണ്. ഞങ്ങളും കൂടി ഒന്ന് താഴത്തേക്ക് ഒന്ന് പോയി കുറേ കൂടെ ക്ലോസപ്പ് വ്യൂ എടുക്കാമെന്ന് ഓർത്തു. വക്കു സ്ട്രോളർ അവിടെ പാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വരും. അപ്പോൾ വെതറിന് ഭയങ്കര നല്ല പ്ലസൻറ്റ് വെതറാണ്. ഒരു 65 degree ഫാരൻഹീറ്റ് ഒക്കെ. അപ്പോൾ അതായത് ഒരു 18 degree Celsius. അപ്പോൾ വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ല. ഞാൻ ബൂട്ട്സൊക്കെ ഇട്ടാൽ വന്നേന്നുണ്ടെങ്കിലും ഇറക്കമായത് കാരണം അതും ഇറക്കത്തിൽ കുറേ അൺഈവൺ കല്ലും കട്ടയൊക്കെ കിടക്കണ കാരണം ഇറങ്ങിപ്പോയാൽ കുറച്ച് റിസ്ക്കാണ് കൊച്ചിൻ്റെയും വെച്ചുകൊണ്ട്. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഭയങ്കര പീസ്. യെസ്, അപ്പോൾ അവിടെ അമ്മയും ഈ പക്ഷേ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടം വരെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഓൺ ദ വേ ഫുൾ ഉരുളങ്കല്ല് വെച്ച് ഈ പൊടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് പാടാവും. അത് ഞങ്ങൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. മാത്തച്ഛൻ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു ടെഡി ബെയറിൻ്റെ ലുക്കില്ലേ. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് വലിയ കാര്യത്തിന്, ദൈവത്തിനറിയാം എന്താ പറയണേന്ന്. യെസ്, അവർ നടന്നു വന്നിട്ടുണ്ട്. അമ്മ എത്രയും വേഗം എത്തിയിട്ട് വേണം മാത്തച്ഛൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് എനിക്കെൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള പോസുകൾ ആരംഭിക്കാൻ.
യെസ്, അതിനു വേണ്ടി ഞാൻ എന്തോ കല്ലും കട്ടയൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. ഓ, ഇത് ഞാൻ മറ്റേ ആ മിന്നൽ മുരളി സിനിമയ്ക്കകത്ത് കണ്ടിട്ട് ഇത് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആരും അതിൻ്റെ ഒരു കൂതറ ലുക്ക് ചെയ്ത് വെച്ചത് ഞാനത് കുറച്ച് പ്ലാസ്റ്റിക് കുറച്ച് മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉരുളങ്കല്ലുകൾ തപ്പിയെടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കണ്ടാവും മൈക്ക് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കിളികളുടെ ശബ്ദവും വെള്ളം ഒഴുകുന്ന ശബ്ദമൊക്കെ. പക്ഷെ ആക്ച്വലി ഗൈസ്, അത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ കട്ടെടുത്തതാണ്. ബോറോ ചെയ്തില്ലെങ്കിൽ സൗണ്ട് ഇല്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബ്ലാ ഫീൽ വരണ്ടല്ലോ എന്ന് ഓർത്ത് എൻ്റെ വോയിസ് ഓവറിൻ്റെ കൂടെ ഞാൻ അതും കൂടെ എടുത്തു. യെസ്, അങ്ങനെ ഞങ്ങളുടെ ക്യാമറമാൻ എത്തിയിട്ടുണ്ട്, ഈപ്പച്ചനെയും കൂട്ടി. ഇതാ ഞാൻ പ്രകൃതിനെ ഞാൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഈ വെയിലും കൂടി അടിച്ച് വന്നപ്പോഴേക്കും ഞാനിരുന്ന ആംഗിൾ ഇച്ചിരി പണി കിട്ടി. അവിടെ അത്ര വെയിലില്ല, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴേക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഏതാണ്ട് ഈ വാൾപേപ്പറൊക്കെ പോലെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ സേവറൊക്കെ വയ്ക്കില്ലേ, അതുപോലെയാണ്. നമുക്ക് മലയാളികൾക്കുള്ള സുഖമാണല്ലോ, എന്തെങ്കിലും ഒന്ന് നല്ലൊരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും വെച്ചൊരു ഫോട്ടോ എടുപ്പിക്കൽ. അങ്ങനെ ഈപ്പച്ചൻ്റെ ടേണായി. ഓ, ദാ ബാക്ക്ഗ്രൗണ്ട് നോക്കി ഈപ്പച്ചനിരിക്കണതായിരുന്നു ആക്ച്വലി നമ്മൾ വേണ്ടുന്നത്. ആ വെള്ളവും ആ ഉരുളൻ കല്ലും ബാക്ക്ഗ്രൗണ്ടിലെ ആ കളർഫുൾ മരവും. ഇത് ഞാൻ എഡിറ്റ് ചെയ്തതോ സാച്ചുറേഷൻ കൂട്ടിയതോ ഒന്നും അല്ല കേട്ടോ, ശരിക്കുള്ള വ്യൂവാ, ശരിക്കുള്ള കളേഴ്സാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അങ്ങനെ സന്ധ്യയായി തുടങ്ങിയ കാരണം ഞങ്ങൾ എല്ലാം തിരിച്ച് പാക്കപ്പ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്യാമെന്ന് ഓർത്തു. നല്ല ഫോട്ടോസ് കിട്ടിയെന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. ഇത് ആക്ച്വലി ഒക്ടോബർ മിഡിന് ഞങ്ങൾ പോക്കണൂസിൽ പോയതാണ്. പക്ഷേ ഓഡിയോയ്ക്ക് പണി കിട്ടിയത് കാരണം ഞാനിങ്ങനെ ഇടാൻ മടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇത്രയും നല്ലൊരു വീഡിയോ കിട്ടിയതല്ലേ എന്ന് ഓർത്താണ് ഇത്രയും ലേറ്റ് ആയിട്ടാണെങ്കിലും പിന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തത്. ഞങ്ങളങ്ങനെ ഫൈനലി പോക്കണോസിനെത്തി. പോക്കണോസിൽ അങ്ങനെ മലകളൊക്കെ ആയത് കാരണം നമുക്ക് കൂടുതൽ ഫോട്ടോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ഞങ്ങളിതാ ഒരു ഡിയർ പാർക്ക് കണ്ടു. അവിടെ കുറേ കൂടെ ഫോട്ടോസ് എടുക്കാൻ കുറേ കൂടെ പറ്റുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് അവരൊക്കെ ഓൾറെഡി സെറ്റപ്പ് ആക്കി ഞങ്ങളുടെ പംകിനൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ മാറ്റത് ചിച്ചേടാ മാത്തച്ഛൻ്റെ ഫോട്ടോഗ്രാഫി ഈസി അല്ല. അയ്യോടാ അപ്പ നോക്ക്. മാത്തച്ഛ സങ്കടം വന്നോ? കാര്യം ഇവിടെ കൊറേ രസം ഉണ്ടായിരുന്നു. അത് ഷാരില്ല മാത്തച്ഛ. നീപ്പച്ചൻ്റെ എടുക്കവാ. ഡ്രസ്സായിട്ട് വന്നിട്ടുണ്ട്. ഇതായിരുന്നു ഈപ്പച്ചൻ്റെ ഫസ്റ്റ് ഫാൾ ഫോട്ടോഷൂട്ട്. ഞങ്ങൾ തന്നെ കാർവ് ചെയ്ത പംകിൻ വെച്ച് ഞങ്ങൾ അവനെ ഇരുത്തി ഞങ്ങൾ തന്നെ ഫോട്ടോ എടുത്തതായിരുന്നു. അത് കുറേ കൂടി ഈസി ആയിരുന്നു, കാരണം അവന് 6 months ഉണ്ടായിരുന്നു. മാത്തച്ഛന് വന്നപ്പോഴേക്കും അത്ര ഈസി ആയില്ല, കാരണം അവന് ജസ്റ്റ് 3 months ഉള്ളവർ അവൻ്റെ കഴുത്തൊന്നും ഉറച്ചിട്ടുണ്ടായില്ല. നമുക്ക് കെട്ട് പോവാം. വർക്കായില്ല. മാത്തച്ഛൻ ഞങ്ങൾക്ക് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. ഞങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റും ഇരിക്കാൻ വേണ്ടി? നമുക്ക് ഫാമിലി ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രോപ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അമ്മയ്ക്കതാ പ്രോപ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയാവുക. നോക്കി പംകിൻ്റെ കളർ നോക്കി നല്ല രസമല്ലേ? വൈറ്റ് പംകിൻ. ഇതൊക്കെ റിയൽ ആട്ടോ, ഇതൊക്കെ ഷോ പീസ് അല്ല കേട്ടോ. വൈറ്റ് പംകിൻ. ഇതേ അമ്മയുടെ കഴിക്കാൻ നോക്കി ഓറഞ്ചും ഉണ്ടോ? ഇപ്പച്ചൻ ഇതിലുള്ള ഓറഞ്ച് നമ്മുടെ നോർമൽ പംകിനാണ്. അമ്മ അവനെ പിടിക്കണോ? ആ പംകിൻ ഒന്നും ഒരുമിച്ച് പിടിക്കാൻ പറ്റില്ല. മാത്തച്ഛ അമ്മമ്മയുടെ കയ്യിൽ പംകിൻ മേടിച്ചേ. ബാ പോവാം, കിട്ടോ. അങ്ങനെ നമ്മുടെ പ്രോപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ യാത്രയാവുക. ഉദ്ദേശിച്ച പോലെ വന്നില്ല. ആ മരം ഉണ്ടെങ്കിലും പക്ഷെ ബാക്കി അങ്ങനെ രസം ഉണ്ടാവുമോ എന്ന് സംശയമാണ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ പോക്കണോസിൽ പോയപ്പോൾ
അവിടെ കുറേ കൂടെ രസമാണ്, കളേഴ്സ് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഫുൾ മലയായത് കാരണം നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് എല്ലാം ചെയ്ത് നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് ഇതാ ഇത് ന്യൂ ഹോപ്പ്. ആക്ച്വലി ന്യൂ ഹോപ്പിൽ വന്ന് പക്ഷെ അപ്പോഴേക്കും ഇരുട്ടായത് കാരണം എടാ താഴെയിട്ട് പൊട്ടിക്കല്ലേ. ന്യൂ ഹോപ്പ് ആയത് കാരണം ന്യൂ ഹോപ്പിലാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഇതിനകത്തേക്ക് കുറേ കൂടി നല്ല രസമായിരുന്നു. പക്ഷെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയത് കാരണം നമുക്ക് കയറാൻ പരിമിതിയുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാം പാക്കപ്പ് ചെയ്തു. അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ചിരിച്ചോണ്ടിരിക്കുക, ഈ ക്ലോസപ്പ് പുഞ്ചിരി. കഷ്ടായി, അതൊന്നും കിട്ടണില്ലാന്നേ. ഒന്നാമത് രാത്രിയും കൂടി ആയി. എന്തോ ഒന്നും ക്യാമറയിൽ നമ്മുടെ ഫോൺ പഴയതൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അതിൻ്റെ പുറത്തൊരു മരത്തിൽ തീ കത്തണ പോലെ ഉണ്ടല്ലേ. അത് വലിയ രസമില്ല, അത് രസമുണ്ട് കേട്ടോ. ഓക്കെ, പക്ഷെ അതിപ്പോൾ ഇങ്ങനത്തെ ഈ ആംഗിളിൽ എടുക്കേണ്ട വരും. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനത്തെ കളേഴ്സ് ആക്ച്വലി അകത്ത് കുറേ ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ. എന്താ തല വന്ന് പൊങ്ങിയിരിക്കണം. ഇപ്പം ഇച്ചിരി ഇപ്പുറത്ത് വാ. അമ്മ ബാക്ക് ക്യാം അല്ല യൂസ് ചെയ്യണേ, ഫ്രണ്ട് ക്യാമാ യൂസ് ചെയ്യണേ. ഇപ്പുറത്ത് വാടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം, വിടാം. വിട്ടിട്ട് നമുക്ക് കിട്ടിയ ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കിട്ടിയിട്ടുണ്ടോയെന്ന് നമുക്ക് വീട്ടിൽ ചെന്ന് ഒന്ന് മര്യാദയ്ക്ക് നോക്കിയാലേ അറിയുള്ളൂ. അപ്പം ബാക്കി 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഇതിപ്പോൾ രാത്രി ആയില്ലേന്നേ, അത് തന്നെ ഫോട്ടോസ് ഒന്നും അത്ര ക്ലിയർ അല്ല. ഈ വീഡിയോയിൽ അത്ര ക്ലാരിറ്റിയോടുകൂടി കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇത് നമുക്ക് 2 ദിവസത്തെ വീഡിയോ ആയിട്ട് ഇടാം. 2 ദിവസത്തെ വീഡിയോ ഇട്ടിട്ട് ക്ലബ് ചെയ്ത് നമുക്ക് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിടാം. അപ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക്, ലെറ്റ്സ് വൈൻഡ് അപ്പ്.